ഇന്ന് വളരെ വളരെ പ്രസക്തമാണ്. നമുക്കറിയാവുന്നതുപോലെ 9 പതിറ്റാണ്ടുകൾ മുമ്പ് ഈ തീർത്ഥാടനം തുടങ്ങുന്ന കാലത്ത് വ്യവസായവൽക്കരണത്തിന്റെ ആദ്യ തരംഗങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തും, പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള ഒരു അണ്ടർ ഡെവലപ്ഡ് എന്ന് അന്ന് വിളിക്കാവുന്ന മറ്റൊരു രാജ്യത്തിന്റെ കീഴിലുണ്ടായിരുന്ന ഒരു രാജ്യത്തുള്ള സമയത്താണ് ഗുരുദേവൻ സയൻസ് ആൻഡ് സാങ്കേതിക വിദ്യയുടെ കൃത്യമായിട്ടുള്ള അർത്ഥവും അത് എങ്ങനെയാണ് പിന്നീട് ലോകത്തിന് മാറ്റങ്ങൾ വരുത്തുന്നതുള്ളതും നമ്മളെ പഠിപ്പിച്ചത്. ഇന്ന് 9 പതിറ്റാണ്ടിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതവും ഒരുപക്ഷെ സയൻസ് സാങ്കേതിക വിദ്യയുമായിട്ട് വളരെ വളരെ ഇടകലർന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഇപ്പോൾ സംസാരിക്കുന്ന ഈ മൈക്ക് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സാങ്കേതിക വിദ്യയിൽ ഉണ്ടായിട്ടുള്ള പുരോഗതിയുടെ ഫലമായിട്ടാണ്. നമ്മുടെ ജീവിതത്തിന്റെ വളരെ നല്ല കാര്യങ്ങൾ പലതും ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലുണ്ടായ വളർച്ചയുടെ ഫലമായിട്ടുള്ളതാണ്. മാത്രവുമല്ല, ഇന്ന് നമ്മൾ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും, ഇലക്ട്രിസിറ്റി ആവട്ടെ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ആവട്ടെ, ഇവയെല്ലാം സാങ്കേതിക വിദ്യയുടെ വളർച്ചയിൽ കൂടി വന്നതാണ്. മാത്രവുമല്ല, ഇന്ന് സാങ്കേതിക വിദ്യ സാമൂഹിക തലത്തിൽ വളരെ വലിയ ചലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയമായിട്ടുള്ള നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ ഒരുപക്ഷെ മനുഷ്യരാശിയുടെ ചരിത്രം തന്നെ മാറ്റിമറിക്കാവുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് ഈ നിർമ്മിത ബുദ്ധി നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട MP പറഞ്ഞതുപോലെ ഈ മാറ്റങ്ങളെ സ്വാംശീകരിക്കാനും അവ എങ്ങനെ മാനവികതയുടെ ഊന്നിയിട്ടുള്ള ഒരു അഡോപ്ഷനിൽ കൂടി ലോകത്തിന് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യുക എന്നതാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമ. അതിനാണ് ഗുരുവിന്റെ ദർശനം നമുക്ക് മാർഗനിർദ്ദേശമാകുന്നത്. നമുക്കറിയാവുന്നതുപോലെ ലോകത്തിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് മോഡേൺ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ഒരു 2 നൂറ്റാണ്ടിൽ ഉണ്ടായ സാങ്കേതിക വളർച്ച എന്ന് പറയുന്നത് അഭൂതപൂർവമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ സാങ്കേതിക വിദ്യ കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റം മാത്രമാണ് മാറാതിരിക്കുന്നത് എന്ന് ഉദ്ഘാടകൻ പറഞ്ഞു. എല്ലാ തവണയും കാലികമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളിൽ തന്നെ ചില മാറ്റങ്ങൾ എക്സ്പോണൻഷ്യൽ ചേഞ്ചസ് എന്ന് നമ്മൾ പറയാം, വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ആ മാറ്റങ്ങൾ വരുമ്പോൾ അവ സമൂഹത്തിൽ തന്നെ, ജനങ്ങളുടെ ജീവിത രീതിയെ തന്നെ വളരെ രീതിയിൽ മാറ്റം വരുത്താറുണ്ട്. ഇവയെ സാധാരണ വിപ്ലവങ്ങൾ എന്ന് നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ സാങ്കേതിക വിപ്ലവങ്ങൾ എന്ന് വിളിക്കാം. ലോകത്ത് പല പഠനങ്ങളും പറയുന്നത് 4 സാങ്കേതിക വിപ്ലവങ്ങളാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. 5ാം സാങ്കേതിക വിപ്ലവം നടക്കുകയാണ്. 1ാം സാങ്കേതിക വിപ്ലവം എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതുപോലെ ഇലക്ട്രിസിറ്റിയും വൈദ്യുതിയും സ്റ്റീം എഞ്ചിനുകളും ലോക്കോമോട്ടീവും എല്ലാം കൊണ്ടുവന്നവയാണ്. ആ സാങ്കേതിക വിപ്ലവത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇന്ന് കാണുന്ന പല ഉപഭോഗങ്ങളും സൗകര്യങ്ങളും ഉണ്ടായത്. അന്നുവരെ അഫോർഡ് ചെയ്യാൻ പറ്റാതിരുന്ന പല കാര്യങ്ങളും നമുക്ക് അഫോർഡ് ചെയ്യാൻ കഴിഞ്ഞു. 2ാം സാങ്കേതിക വിപ്ലവം, 2ാമത്തെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ, ജെറ്റ് എഞ്ചിൻസ്, റോക്കറ്റ് എഞ്ചിൻസ്, അങ്ങനെയുള്ള IC എഞ്ചിൻ ബേസ്ഡ് ആയിട്ടുള്ളവയായിരുന്നു. 2ാം സാങ്കേതിക വിപ്ലവത്തിന്റെ കാലത്താണ്, കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യ പാദത്തിലായിരുന്നു ഇത് വളരെ ശക്തമായി അതിന്റെ പ്രഭാവം കാണിച്ചത്. ആ 2ാം സാങ്കേതിക വിപ്ലവത്തിന്റെ ഫലമായി ലോകത്തിന്റെ പല ഭാഗത്തും പുതിയ പുതിയ ജനതകൾ രൂപപ്പെട്ടു. അമേരിക്കയുടെ വളർച്ചയ്ക്ക് ഒരു വലിയ പങ്ക് വഹിച്ചത് 2ാം സാങ്കേതിക വിപ്ലവമാണ്, 2ാം ഇൻഡസ്ട്രിയൽ വിപ്ലവമാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാന പാദത്തിലാണ്, ഏകദേശം 1960 മുതലാണ് നമുക്കറിയാവുന്ന പോലെ ഇന്ന് നമ്മൾ വളരെ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറുകളും ഇലക്ട്രോണിക്സും എല്ലാം നമ്മുടെ മുമ്പിൽ വരുന്നത്. കേരളം പോലെ ഒരു കൊച്ചു സംസ്ഥാനത്തിന് ഇന്ത്യയിൽ തന്നെ നേതൃനിരയിൽ എത്തുവാൻ കെൽട്രോൺ പോലെ ഒരു സ്ഥാപനം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. അത് ഇലക്ട്രോണിക്സ് മേഖലയിൽ ഉണ്ടായിരുന്ന വിപ്ലവകരമായ മാറ്റമാണ്. ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് എന്നെല്ലാമുള്ള ഒരു ഇന്റർനെറ്റ്, മൊബൈൽ ഫോൺസ്, ഇവയെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു 3ാം വ്യവസായ വിപ്ലവത്തിന്റെ, 3ാം സാങ്കേതിക വ്യവസായ വിപ്ലവത്തിന്റെ കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ വ്യവസായ വിപ്ലവത്തിൽ നിന്ന് അടുത്ത തലത്തിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ പറയുന്ന 4ാം വ്യവസായ വിപ്ലവം. അതിന്റെ ആ പ്രാരംഭ ദിശയാണ് നമുക്കിന്ന് പറയാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റ അനലിറ്റിക്സ്, ബ്ലോക്ക് ചെയിൻ, ക്രിപ്റ്റോ കറൻസി എന്നെല്ലാം പറയുന്ന ഒരു
ഒരു സെറ്റ് ഓഫ് ടെക്നോളജീസ് നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. അതിന്റെ ചില വിശദാംശങ്ങൾ ഞാൻ പിന്നീട് പറയാം. പക്ഷെ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഓരോ സാങ്കേതിക വിപ്ലവങ്ങളും വരുമ്പോൾ അതിന്റെ സമയം ചുരുങ്ങി വരുന്നു എന്നതാണ്. ഏകദേശം 200ഓളം കൊല്ലമെടുത്തു, അല്ലെങ്കിൽ 150ഓളം കൊല്ലമെടുത്തു ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വൈദ്യുതി എത്തിപ്പെടാൻ. ഏകദേശം 100 കൊല്ലത്തോളം എടുത്തു ഒരു വാഹനം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും എത്തിപ്പെടാൻ. 50ഓളം കൊല്ലമെടുത്തു കമ്പ്യൂട്ടറുകളോ മറ്റും ഓരോരുത്തരുടെ കൈകൾ ലോകത്തിന്റെ പല ഭാഗത്തും എത്തിപ്പെടുവാൻ. അതേസമയം ഇന്ന് കാണുന്ന പല സാങ്കേതിക വിദ്യകളും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മുടെ കൈകളിലെത്തി. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരായിരിക്കും നമ്മൾ ഇവിടെ ഇരിക്കുന്ന പലരുമെന്ന് നമുക്ക് അറിയാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, മൊബൈൽ ഫോൺ കണ്ടുപിടിക്കപ്പെട്ട് അത് ലോകത്തെത്തി എത്ര പെട്ടെന്നാണ് നമ്മുടെ കൈകളിൽ എത്തിയത് എന്ന് മാത്രമല്ല, അത് എത്രമാത്രമാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്. അത് പോസിറ്റീവായിട്ടുണ്ടാവാം, നെഗറ്റീവായിട്ടുണ്ടാവാം. പക്ഷെ ഇന്ന് മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരു ലോകത്തെ കുറിച്ച് സങ്കല്പിക്കാൻ പോലും നമുക്ക് കഴിയില്ല. അങ്ങനെ ഒരു വളരെ ശരവേഗത്തിലുള്ള മാറ്റമാണ് സാങ്കേതിക വിദ്യയിൽ ഉണ്ടാവുന്നത്. ഇത് തന്നെയാണ് ഇന്ന് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് പറയാവുന്നത്. ഇതിന്റെ പല ദൂഷ്യവശങ്ങളെ കുറിച്ചും അതിന്റെ ചലനങ്ങളെ കുറിച്ചും എല്ലാം നമുക്ക് ഇന്നത്തെ ഈ ചർച്ചയിൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന്റെ ആസ്പെക്റ്റ് ആയിട്ട് വരുന്ന സൈബർ സെക്യൂരിറ്റിയെ കുറിച്ച് വിദഗ്ധർ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുകയും ചെയ്യും. പക്ഷെ എന്താണ് ഈ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് നമുക്കൊന്ന് ആലോചിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്കറിയാവുന്ന പോലെ കാലകാലങ്ങളായി മനുഷ്യന് അവനെ സമാഹരിക്കുന്ന മറ്റ് മെഷീനുകൾ ഉണ്ടാക്കാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു. നമ്മുടെ പുരാണങ്ങളിലായാലും അല്ലെങ്കിൽ സ്റ്റോറികളിലായാലും സയൻസ് ഫിക്ഷനിലായാലും എല്ലാം മനുഷ്യനേക്കാളും ശക്തിയുള്ള റോബോട്ടുകളും അതുപോലെയുള്ള സംഗീതങ്ങളെയും കുറിച്ച് പരാമർശം ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇവയെല്ലാം ഒരു ഫിക്ഷനായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അടുത്ത ഒരു കാലത്താണ് ഇവ സയൻസ് ഫിക്ഷനിൽ നിന്ന് മാറി ആക്ച്വൽ പ്രൊഡക്റ്റ് ആയിട്ട് മാറുകയുണ്ടായത്. ഇപ്പോൾ പൊതുവിൽ പറഞ്ഞാൽ യന്ത്രങ്ങളെ മനുഷ്യനെ പോലെ ചിന്തിപ്പിക്കാനും അവയെ അതുപോലെ പ്രവർത്തിപ്പിക്കാനും നമുക്കറിയാവുന്ന പോലെ ഇന്ന രീതിയിൽ സമാഹരിക്കാനും ഒക്കെയുള്ള ഒരു സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഒരു കൂട്ടം സാങ്കേതിക വിദ്യയാണ് നമുക്ക് നിർമ്മിത ബുദ്ധി എന്ന പേരിൽ വിളിക്കാൻ കഴിയുക. ഇന്ന് നമുക്ക് അറിയാവുന്ന പോലെ നമ്മൾ കായിക ശേഷി ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കുറവാണ്. നമ്മൾ കായിക ശേഷി ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം യന്ത്രങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. നമ്മൾ ചെയ്യുന്നതിനേക്കാളും എത്രയോ എഫിഷ്യന്റ് ആയിട്ട്, എത്രയോ ശക്തമായിട്ട് യന്ത്രങ്ങൾ അവ ചെയ്യുന്നുണ്ട്. ഗുരു ശിവഗിരി തീർത്ഥാടനം തുടങ്ങുന്ന കാലത്തെ കുറിച്ചൊന്ന് ആലോചിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന 90% കാര്യങ്ങളും കായിക ശേഷി കൊണ്ട് മാത്രമായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അവിടെ നിന്ന് മാറി യാന്ത്രവൽക്കരണത്തിൽ കൂടി അവ നമുക്ക് വളരെ പെട്ടെന്ന് എത്തിക്കുന്ന ഒരു കാലത്തിലേക്ക് എത്തി. ഇതേപോലെ ഉള്ള ഒരു ബൗദ്ധിക തലത്തിൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ യാന്ത്രികമാകുന്ന കാര്യമൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഇന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും ബൗദ്ധികമായ കാര്യങ്ങളാണ്. നമ്മൾ ചെയ്യുന്ന ജോലികൾ, നമ്മൾ കാണുന്ന എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കൾ, ഇവയൊക്കെ ബൗദ്ധികമായ കാര്യങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളവയാണ്. എങ്ങനെയാണോ മെഷീനുകൾ മനുഷ്യന്റെ കായിക ശേഷിയെ മാറ്റിയത്, അല്ലെങ്കിൽ അതേപോലെ മെഷീനുകൾ മനുഷ്യന്റെ ബൗദ്ധിക ശക്തിയെ മാറ്റുമ്പോഴാണ് നമ്മൾ അതിനെ കൃത്രിമ ബുദ്ധി അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത്. നിർമ്മിത ബുദ്ധിയെ കുറിച്ച് ഇന്ന് നമ്മൾ വളരെയധികം ചർച്ച ചെയ്യുന്നുണ്ട്. നേരത്തെ ബഹുമാനപ്പെട്ട MP അത് പറയുകയും ചെയ്തു. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇതിനെക്കുറിച്ചുള്ള വൻകിട ചർച്ചകൾ നടക്കുകയാണ്. ഇത് ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ടാകുന്നു എന്ന് ഒരു തലത്തിൽ പറയുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങളും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളെയും കുറിച്ചുള്ള ചർച്ചകളും നമുക്ക് നടക്കുന്നുണ്ട്. പക്ഷെ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന കൺസെപ്റ്റ് അത്ര പുതുതൊന്നുമല്ല. 1950കളിൽ തന്നെ നിർമ്മിത ബുദ്ധിയെ കുറിച്ചുള്ള ചർച്ചകൾ ലോകത്തിന്റെ പല ഭാഗത്തും വളരെ സജീവമായി നടന്നിരുന്നു. അലൻ ട്യൂറിംഗ് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന അലൻ ട്യൂറിംഗ് ഒരു ട്യൂറിംഗ് ടെസ്റ്റ് തന്നെ ഡിസൈൻ ചെയ്തിരുന്നു. അതായത് ഒരു മനുഷ്യനെയും ഒരു യന്ത്രത്തെയും കൂടി ഒരു കർട്ടന്റെ മറ്റു സൈഡിൽ ഇരുത്തിയ ശേഷം ഒരാൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഒരു ജഡ്ജ് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ജഡ്ജിന് ഏതാണ് മനുഷ്യൻ ഏതാണ് യന്ത്രം എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരു നിലയാണെങ്കിൽ അതിനർത്ഥം യന്ത്രം മനുഷ്യന്റെ ബുദ്ധി സ്വീകരിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ മനുഷ്യൻ ലെവലിൽ എത്തി എന്നുള്ളതാണ്. ഇന്ന് ഒരുപക്ഷെ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന, ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉപയോഗിക്കുന്ന ChatGPT പോലെയുള്ള പുതിയ സങ്കേതങ്ങൾ ഇങ്ങനെയുള്ള ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഒരുപക്ഷെ ഒരു പത്രത്തിലൊരു വാർത്ത കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ആ വാർത്ത എഴുതിയത് ഒരു വ്യക്തിയാണെന്നായിരിക്കും. പക്ഷെ അതൊരുപക്ഷെ ഒരു യന്ത്രമോ അല്ലെങ്കിൽ ഒരു നിർമ്മിത ബുദ്ധിയോ എഴുതിയതാവാം. നമ്മൾ കാണുന്ന ഒരു നല്ലൊരു പിക്ചർ, നമ്മൾ കാണുന്ന ഒരു നല്ലൊരു സിനിമ, നമ്മൾ കാണുന്ന ഒരു നല്ല ഒരു നോവൽ, ഇവയൊക്കെ ഇന്ന് നിർമ്മിത ബുദ്ധി എഴുതി തുടങ്ങി കഴിഞ്ഞു.
എന്നാൽ തന്നെയും നിർമ്മിത ബുദ്ധി നമ്മുടെ ഇപ്പോഴും ശൈശവ ദിശയിൽ തന്നെയാണ്. 1950കളുടെ തുടക്കത്തിൽ ഇത് തുടങ്ങിയെങ്കിൽ പോലും അതിനു വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടിംഗ് പവറുകൾ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഏകദേശം 2000ത്തിന്റെ തുടക്കത്തിൽ മാത്രമാണ് നിർമ്മിത ബുദ്ധി നമ്മുടെ അടുത്തേക്ക് വളരെ വരാൻ തുടങ്ങിയത്. നമുക്ക് അറിയാവുന്ന പോലെ ഏതൊരു സാങ്കേതിക വിദ്യയും വളരെ പെട്ടെന്ന് നമുക്ക് അനുഭവേദ്യമാവുന്നത് ആ സാങ്കേതിക വിദ്യ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. നിങ്ങളെല്ലാവരും റോബോട്ടുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. റോബോട്ടുകൾ ഫാക്ടറികളിൽ എത്രയോ കാലമായിട്ടുണ്ട്. റോബോട്ടുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അന്നൊന്നും നമ്മൾ നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യാറില്ല. പക്ഷെ എന്താണ് ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്? അതിനൊരു കാരണം എന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ടെക്നോളജി ജനറൽ പർപ്പസ് ആവുമ്പോഴാണ്, അത് പല പല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അത് അനുഭവേദ്യമാവുകയും അഡോപ്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയാം. മൊബൈൽ ഫോൺ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ്. മൊബൈൽ ഫോൺ കൊണ്ട് നമുക്ക് സംസാരിക്കാൻ മാത്രമാണ് കഴിയുക എന്ന് വിചാരിക്കുക. മൊബൈൽ ഫോൺ കൊണ്ട് നമുക്ക് മറ്റൊരാളെ സംസാരിക്കാൻ മാത്രമാണ് കഴിയുകയാണെങ്കിൽ നമ്മൾ വളരെ കുറച്ച് പേര് മാത്രമായിരിക്കും മൊബൈൽ ഫോൺ ഉപയോഗിക്കുക. മാത്രവുമല്ല, വളരെ കുറച്ചു നേരം മാത്രമായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. പക്ഷെ മൊബൈൽ ഫോൺ പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് നമുക്ക് മെയിലുകൾ അയക്കാൻ അനുമതി തന്നു. അതിൽ കൂടി നമുക്ക് വീഡിയോകളോ സിനിമകളോ കാണാനുള്ള അവസരം തന്നു. നമുക്ക് നമ്മുടെ ഒപ്പീനിയനുകൾ, നമ്മുടെ വീക്ഷണങ്ങൾ ലോകത്തിനെ അറിയിക്കാനുള്ള കഴിവ് തന്നു. മറ്റൊരാളുമായിട്ട് സംവദിക്കാനുള്ള കഴിവ്. അങ്ങനെ പല കാര്യങ്ങളുമായപ്പോഴാണ് മൊബൈൽ ഫോൺ എല്ലാവരും അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഇതാണ് ഇന്നത്തെ നിലയിലുള്ള നിർമ്മിത ബുദ്ധി. നിർമ്മിത ബുദ്ധി ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ടെക്നോളജി എന്നതിൽ മാറി ഒരു ജനറിക് ടെക്നോളജി ആയി മാറുന്നു എന്നതാണ് വാസ്തവം. ഏറ്റവും പുതുതായിട്ട് കഴിഞ്ഞ നവംബർ മാസം റിലീസ് ചെയ്ത ചാറ്റ് GPT എന്ന പേരിൽ GPT എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ജനറേറ്റീവ് റീപ്രോഗ്രാം ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൊണ്ടുവന്ന ഒരു AI ടൂൾ ഒരുപക്ഷെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. വെറും 5 ദിവസം കൊണ്ട് 10 ലക്ഷം പേരാണ് ആ സാങ്കേതിക വിദ്യ അഡോപ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ട് ഏകദേശം 100 കോടിയോളം ആൾക്കാർ ചാറ്റ് GPT ഉപയോഗിച്ചു എന്നതാണ് കണക്കുകൾ കാണിക്കുന്നത്. അപ്പോൾ വളരെ ചെറിയ സമയം കൊണ്ട് ഈ സാങ്കേതിക വിദ്യ നമ്മുടെ ഇടയിലേക്ക് വരികയാണ്. ഇവിടെ ഇരിക്കുന്ന വ്യക്തികളിൽ ഒരു 90% നിർമ്മിത ബുദ്ധിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഉപയോഗം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വാസ്തവം. നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഓൺ ചെയ്യുന്നത് നിങ്ങളുടെ ഫേസ് റെക്കഗ്നിഷൻ കൂടിയാണെന്ന് വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ ഒരു വോയിസ് ടൈപ്പിംഗ് ഉപയോഗിക്കുന്നു വയ്ക്കുക, അല്ലെങ്കിൽ ഒരു വോയിസ് റെക്കോർഡിംഗ് ചെയ്യുന്നു വയ്ക്കുക. ഇവയെല്ലാം നിർമ്മിത ബുദ്ധിയാണ് നിങ്ങളെ ചെയ്യുന്നത്. നിങ്ങൾ ട്രാൻസ്ലേഷൻ ഉപയോഗിക്കുന്നത് നിർമ്മിത ബുദ്ധിയുടെ ചില ഘടകങ്ങളാണ്. എന്നിരുന്നാൽ തന്നെയും നിർമ്മിത ബുദ്ധി അതിൻ്റെ ശൈശവ ദിശയിലാണ് എന്നാണ് നമ്മൾ പറയേണ്ടത്. വളരെ ചെറിയ, വളരെ ഏർലി സ്റ്റേജ് ഓഫ് നിർമ്മിത ബുദ്ധിയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ശൈശവ ദിശയിലാണ്. ശൈശവ ദിശയിൽ തന്നെ ഇത്രയധികം മാറ്റങ്ങൾ അതിന് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അത് വളരുമ്പോൾ അത് എത്രമാത്രം വലിയ കാര്യങ്ങളായിരിക്കും ചെയ്യുക എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. യന്ത്രങ്ങൾക്ക് മനുഷ്യനെ പോലെ പഠിക്കുവാനും ന്യായമായ രീതിയിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യുവാനും മനുഷ്യന്റെ ഭാഷ മനസ്സിലാക്കാനും അതുവഴി ക്രിയാത്മകമായ തീരുമാനങ്ങൾ എടുക്കാനും കഴിയുമ്പോഴാണ് ഒരുപക്ഷെ നിർമ്മിത ബുദ്ധി പൂർണ്ണമാവുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള യത്നങ്ങളാണ് ലോകത്തിന്റെ പല ഭാഗത്തും നടക്കുന്നത്. ഇത് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. ഇങ്ങനെ മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും മെഷീൻ ചെയ്യുകയാണെങ്കിൽ പിന്നെ മനുഷ്യന് എന്ത് ജോലിയായിരിക്കും ഉണ്ടാവുക? മനുഷ്യന് അത് എങ്ങനെ പിന്നീട് എന്ത് ചെയ്യേണ്ടി വരും? ഇതേ ചോദ്യം ഒരു 100 കൊല്ലം മുമ്പെയാണ് ചോദിച്ചിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക. അന്ന് കാറുകളൊന്നും ഉണ്ടായിരുന്നില്ല. കാളവണ്ടികളും കുതിരവണ്ടികളും മാത്രം ഉണ്ടായിരുന്ന കാലമാണ്. കൈവണ്ടികളും മനുഷ്യൻ ചുമരിൽ തൂക്കുന്ന സാധനങ്ങളും ചുമലെടുക്കുന്നത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഇതുപോലെ ഒരു സമ്മേളനത്തിൽ, തീർച്ചയായിട്ടും ശിവഗിരി സമ്മേളനത്തിന്റെ ആദ്യ പാദത്തിൽ ശാസ്ത്രത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടാവും. അന്ന് വരുന്ന സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ഓട്ടോമൊബൈലുകളെ കുറിച്ചായിരിക്കും. എങ്ങനെയാണ് മോട്ടോർ കാറുകളും ലോറികളും ട്രക്കുകളും ഈ പറഞ്ഞ ജോലികൾ ചെയ്യുമ്പോൾ അന്ന് വരെ ചെയ്തിരുന്ന കായിക ശേഷിയുള്ള മനുഷ്യൻ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. പക്ഷെ നമുക്കറിയാം, നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം, തീർച്ചയായിട്ടും കാളവണ്ടിക്കാർക്കും കുതിരവണ്ടിക്കാർക്കും ചുമടെടുക്കുന്നവർക്കും എല്ലാം ഒരുപാട് ജോലികൾ നഷ്ടപ്പെട്ടു. പക്ഷെ അതിന് പകരമായി 100 കണക്കിന് അല്ലെങ്കിൽ 10,000 കണക്കിന് ലക്ഷക്കണക്കിന് പുതിയ ജോലി അവസരങ്ങൾ കൊണ്ടുവന്നു. നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇതുതന്നെയായിരിക്കും നിർമ്മിത ബുദ്ധിയുടെയും സ്ഥിതി. പക്ഷെ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും അതിൻ്റെ
നല്ലതും ചീത്തയുമായ വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും അത് എങ്ങനെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ കഴിയുമെന്നതിനെ കുറിച്ച് കൃത്യമായ ഗ്രാഹ്യം ഉണ്ടാവുകയും വേണം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നേരത്തെയുള്ള സാങ്കേതിക വിദ്യകൾ 50 or 100 കൊല്ലം കൊണ്ടാണ് നമ്മുടെ അടുത്ത് എത്തുന്നതെങ്കിൽ ഇന്നത്തെ സാങ്കേതിക വിദ്യകൾ 5 മാസമോ 6 മാസമോ ചിലപ്പോൾ 15 ദിവസമോ കൊണ്ട് നമ്മുടെ അടുത്തെത്തും. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലേണിംഗ് പ്രോസസ്സ് നമുക്ക് ആവശ്യമാണ്. നമുക്ക് ഈ നിർമ്മിത ബുദ്ധിയുടെ എങ്ങനെയാണ് ഒരു മെഷീന് നിർമ്മിത ബുദ്ധി കിട്ടുന്നത് അല്ലെങ്കിൽ കിട്ടുന്നത് എന്നതിനെ കുറിച്ചുള്ള വളരെ വിശദമായ വിശകലനം ചെയ്യുവാൻ നമുക്ക് ഈ അവസരം എന്തായാലും ഉപയോഗിക്കാൻ കഴിയില്ല. അത് വളരെ സാങ്കേതികമായ കാര്യവുമാണ്. അതെനിക്ക് തോന്നുന്നു നമ്മൾ അറിയേണ്ട കാര്യവുമില്ല. ഒരു കാർ ഓടിക്കുന്ന ഒരാൾക്ക് അതിനകത്തുണ്ടായിരിക്കുന്ന എഞ്ചിൻ ഓട്ടോ സൈക്കിളാണോ ഡീസൽ സൈക്കിളാണോ എന്നൊന്നും അറിയേണ്ട കാര്യമില്ല. ശ്രീ ഹരിശങ്കറിനെ പോലെയുള്ള മെക്കാനിക്കൽ എഞ്ചിനീയർമാർ അറിഞ്ഞാൽ മതി ആ കാര്യങ്ങൾ. ഒരു കാർ ഓടിക്കുന്ന ഒരു ഡ്രൈവർക്ക് അറിയേണ്ടത് എങ്ങനെയാണ് കാർ ഓടിക്കേണ്ടതാണ്, ആ കാർ കൊണ്ട് എന്തൊക്കെ ഉപയോഗം ഉണ്ടെന്നുള്ളതാണ്. അതേപോലെയുള്ള ഒരു ഉപകാരമാണ് നമ്മളും ആലോചിക്കേണ്ടത്. AI എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ കഴിയും, അതൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ആ പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെ പരിഹരിക്കണം, ഇവയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം എന്ന് തോന്നുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ AI ആപ്ലിക്കേഷൻ നമുക്ക് 3 തരത്തിൽ ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ തരം എന്ന് പറയുന്നത് നമ്മുടെ ഉൽപാദനക്ഷമത കൂട്ടുക എന്നതാണ്. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് അതിന്റെ പകുതി സമയം കൊണ്ട് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ ഉൽപാദനക്ഷമത 100% വർദ്ധിച്ചു എന്നർത്ഥം. അങ്ങനെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്ന ഒരുപാട് AI ടൂൾസ് നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ജേർണലിസ്റ്റുകൾ, ഒരുപാട് ആർട്ടിസ്റ്റുകൾ എല്ലാം നിർമ്മിത ബുദ്ധിയുടെ പല സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന സാങ്കേതിക വിദ്യകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സാങ്കേതിക വിദ്യകളുടെ ആക്സസ് വളരെ കൂടുതലാണ്, വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടും. അതിനേതായ ഒരു സാമ്പത്തിക ശാസ്ത്രമുണ്ട്. അത് ഞാനിവിടെ വിശദമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അങ്ങനെ പുതിയൊരു സാമ്പത്തിക ശാസ്ത്രം വഴിയാണ് പുതിയ സാങ്കേതിക വിദ്യകൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അത് മാത്രമല്ല, ഇത് ഡെവലപ്പ് ചെയ്യുന്നത് പോലും 1-2 വ്യക്തികളോ 1-2 കമ്പനികളോ ഒന്നുമല്ല, മറിച്ച് ക്രൗഡ് സോഴ്സിംഗ് എന്ന് പറയുന്ന ലോകത്തുള്ള പല ഭാഗങ്ങളിലുള്ളവർ ഒരുമിച്ച് ചെന്ന് ഡെവലപ്പ് ചെയ്യുന്ന, അവർ ഷെയർ ചെയ്യുന്ന ഒരു പുതിയ സമൂഹ തലത്തിൽ നിന്നാണ് ഇന്നത്തെ പുതിയ സാങ്കേതിക വിദ്യകൾ രൂപം കൊള്ളുന്നത് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ സാങ്കേതിക വിദ്യകൾ വളരെ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ എത്തുന്നതും അത് വളരെയധികം ഡെമോക്രറ്റൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ ഡെമോക്രറ്റൈസ് ചെയ്യപ്പെടുന്ന ഒരു സാങ്കേതിക വിദ്യ മനുഷ്യന്റെ കയ്യിൽ എത്തുമ്പോൾ അതിൽ ഏറ്റവും നമുക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുക എന്നത് നമ്മൾ ഏത് ജോലി ചെയ്യുന്നവരും ആവട്ടെ, ഏത് ജോലി ചെയ്യുന്ന ആളായാലും എങ്ങനെയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന ജോലിയിൽ നമുക്ക് ഉൽപാദനക്ഷമത കൂട്ടുവാൻ വേണ്ടി അത് ഉപയോഗിക്കാൻ കഴിയുക. നിങ്ങളൊരു ലെറ്റർ എഴുതുമ്പോൾ പോലും, ഒരു കത്ത് എഴുതുമ്പോൾ പോലും ആ കത്തിനെ ശുദ്ധീകരിക്കാൻ, ആ കത്തിനെ കുറച്ചുകൂടി ബ്യൂട്ടിഫൈ ചെയ്യാൻ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഒരു എസ്സേ എഴുതണമെന്നുണ്ടെങ്കിൽ ചില ചെറിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു എസ്സേ ഡെവലപ്പ് ചെയ്ത് തരുവാനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കായാലും അവരുടെ ഉൽപാദനക്ഷമത കൂട്ടുവാൻ വേണ്ടിയിട്ട്, പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ആവശ്യം. അപ്പൊ നമ്മൾ നാച്ചുറലായിട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, അങ്ങനെ ഉൽപാദനക്ഷമത വർദ്ധിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ജോലി ഉണ്ടാവുമോ എന്നതാണ്. നമുക്കറിയാവുന്ന പോലെ ഈ ലോകത്തിന് ഇന്നും വലിയൊരു അസമത്വം നേരിടുന്നൊരു ലോകമാണ്. ഇവിടെ നമുക്ക് അവസരങ്ങൾ കൂടുതലാണ്, പക്ഷെ അവസരങ്ങൾക്ക് എത്തിപ്പെടുവാൻ നമുക്ക് പലപ്പോഴും കാണുന്നില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ നമുക്ക് കാണാവുന്ന നമ്മൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും അത് അനുഭവേദ്യമല്ലാത്ത വലിയൊരു ജനസമൂഹം ലോകത്തിന്റെ പല ഭാഗത്തുമുണ്ട്. അവർക്കത് കിട്ടാത്തതിന്റെ കാരണം അവർക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. നമ്മൾ ഉത്പാദനക്ഷമത കൂട്ടുമ്പോൾ അതിന്റെ കോസ്റ്റ് കുറയും. അതിന്റെ കോസ്റ്റ് കുറയുമ്പോൾ അത് ബാക്കിയുള്ളവർക്ക് കൂടി അനുവേദ്യമാവും. അങ്ങനെ ഉത്പാദനക്ഷമത കൂട്ടുമ്പോഴാണ് സമത്വം കൂടുതലായിട്ട് വരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഏറ്റവും കാലികമായിട്ട്, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ AI ഉപയോഗിക്കാൻ പറ്റുന്ന ആദ്യത്തെ ഉപയോഗം എന്ന് പറയുന്നത്, ഇന്നത്തെ നമ്മൾ ചെയ്യുന്ന ജോലികൾ, അത് ഏത് ജോലിയാവട്ടെ, ആ ജോലിയുടെ ഉൽപാദനക്ഷമത കൂട്ടുവാൻ വേണ്ടി ഉപയോഗിക്കുക എന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾക്കൊരു സർക്കാർ ഓഫീസിൽ പോയിട്ട് ഒരു പർട്ടിക്കുലർ നിങ്ങളുടെ വീട്ടിന്റെ മുകളിൽ സോളാർ പാനൽ വയ്ക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം, അതിന്റെ ഉത്തരമായിട്ട് ഒരു സർക്കാർ ഓഫീസിൽ പോകേണ്ട കാര്യമില്ല. ഇതിനു വേണ്ടിയിട്ടുള്ള നിയമങ്ങളെല്ലാം അവൈലബിൾ ആണ്. ആ നിയമങ്ങളിൽ കൂടി പെട്ടെന്ന് പരതി അത് എന്തുമാത്രമാണ് ഉത്തരം എന്ന് നിങ്ങൾക്ക് തരുവാൻ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളിന് കഴിയും. LLM എന്ന് പറയുന്ന, അതായത് ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ന് പറയുന്ന ഒരു ടൂളിന് കഴിയും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ
റിലീസ് ചെയ്തിട്ടുള്ള അനുവാദിനി എന്ന് പറയുന്ന ഒരു സൈറ്റ് തന്നെയുണ്ട്. ആ അനുവാദിനിയിൽ നിങ്ങൾക്ക് എന്ത് സംശയം വേണമെങ്കിലും നിങ്ങളുടെ ഭാഷയിൽ ചോദിക്കുകയും ആ ഭാഷയെ ഏത് ഭാഷയിലേക്ക്, ഇന്ത്യയിലെ വേറെ ഏത് ഭാഷയിലേക്ക് വേണ്ടിയും തർജ്ജമ ചെയ്യാനുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അത് പൂർണ്ണമായും സൗജന്യമായിട്ട് അവൈലബിളുമാണ്. നമ്മൾ പറയുന്ന ചാറ്റ് GPT ഈക്വലന്റ് ഭാരത് GPT എന്ന് പറയുന്ന ഒരു സംഗീത ടൂളും അടുത്ത് തന്നെ നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആവുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള മാറ്റം നമുക്ക് ആദ്യത്തെ ലെവൽ എന്ന് പറയാം. ഇവിടെയും കൂടുതൽ പെർഫെക്ഷന്റെ ആവശ്യമുണ്ട്, അത് നടന്നുകൊണ്ടേയിരിക്കും. രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ചെയ്യാൻ കഴിയാത്ത കുറേയേറെ കാര്യങ്ങൾ നമുക്ക് ഈ AI കൊണ്ട് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ കൃത്രിമ ബുദ്ധി കൊണ്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടെങ്കിലും ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. നമുക്കറിയാവുന്നതുപോലെ ഇന്ന് നമ്മുടെ സ്കൂൾ കോളേജ് പഠനത്തെയും 100 കൊല്ലം മുമ്പുള്ള സ്കൂൾ കോളേജ് പഠനത്തെയും കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. അന്ന് സ്കൂൾ കോളേജ് പഠനം അല്ലെങ്കിൽ സ്കൂൾ പഠനം വളരെ കുറച്ച് ആൾക്കാർക്ക് വേണ്ടി മാത്രമായിരുന്നു അനുവേദ്യമായിരുന്നത്, അവർക്ക് മാത്രമായിരുന്നു അവൈലബിൾ ആയിരുന്നത്. നേരത്തെ അതിന്റെ സാമൂഹികമായ വശങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട MP പറയുകയുണ്ടായി. പക്ഷെ അന്നത്തെ ഒരു പശ്ചാത്തലം എടുക്കുകയാണെങ്കിൽ അത് കൂടുതലും ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. ഒരു ഗുരു, ആ ഗുരുവിന്റെ കീഴിൽ കുറച്ച് കുട്ടികൾ മാത്രം. ആ ഗുരുകുല വിദ്യാഭ്യാസത്തിന് അതിൻ്റെതായ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു, ഒരു മെറിറ്റ് ഉണ്ടായിരുന്നു. ആ മെറിറ്റ് എന്ന് പറയുന്നത് ഗുരുവിന് ഓരോ വിദ്യാർത്ഥിയും എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, ആ വിദ്യാർത്ഥിയുടെ കഴിവ് എന്താണ് എന്ന് അറിയാൻ കഴിയുമായിരുന്നു. മഹാഭാരതം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മഹാഭാരതത്തിലെ ദ്രോണാചാര്യർക്ക് അറിയാമായിരുന്നു ആർക്കാണ് വില്ല് കൊടുക്കേണ്ടതെന്നും ആർക്കാണ് ഗദ കൊടുക്കേണ്ടതെന്നും. പക്ഷേ അതിന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസം വളരെ വളരെ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു, ആക്സസ് ഉണ്ടായിരുന്നില്ല, അത് എല്ലാവർക്കും അവൈലബിൾ ആയിരുന്നില്ല, അത് വളരെ കുറച്ചു പേർക്ക് മാത്രമായിരുന്നു. അത് സാമൂഹികമായ ഒരുപാട് വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി. കാരണം ഒരു ഗുരുവിന് കീഴിൽ 5-10 ആൾക്കാർക്ക് വേണ്ടി മാത്രമേ ഗുരുവിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ മാസ് എഡ്യൂക്കേഷനിലേക്ക് പോയത്. വലിയ സ്കൂളുകൾ, വലിയ ഓഡിറ്റോറിയങ്ങൾ, വലിയ കോളേജുകൾ ഇവയൊക്കെ സൃഷ്ടിച്ചു. അപ്പോൾ 100 കണക്കിന് വിദ്യാർത്ഥികൾ ഒരേ സമയത്ത് ഒരു അധ്യാപകനിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറി. ഇതൊരു മാസ് പ്രൊഡക്ഷൻ എക്കോണമിയുടെ ഒരു മാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ തത്വത്തിന്റെ ഭാഗമായിരുന്നു. ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇന്ത്യ സ്വതന്ത്രയായ സമയത്ത് ഇന്ത്യയിലെ 0.7%, അതായത് 1000 പേരിൽ 7 പേർക്ക് മാത്രമായിരുന്നു കോളേജ് വിദ്യാഭ്യാസം അനുവേദ്യമായിരുന്നെങ്കിൽ ഇന്ന് അത് 27 പേർക്കാണ്, 270 പേർക്കാണ്, 27% ആണ്. 0.7% നിന്ന് 27%ലേക്ക് ഇന്ത്യയിലെ ആവറേജ് വരികയും കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഏകദേശം 50%-ഓളം 2-ൽ ഒരാൾക്ക് കോളേജ് വിദ്യാഭ്യാസം ലഭ്യമാവുന്ന രീതിയിലേക്ക് വരികയും ചെയ്തു. ഈ മാറ്റം നമുക്ക് നോളജ് കൊണ്ടുവന്നു, നോളജ് അസിമെട്രി റിമൂവ് ചെയ്തു. പക്ഷെ അതിനുണ്ടായ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വലിയ ക്ലാസ്സിൽ പോകുന്ന ഒരു അധ്യാപകന്, ഒരു അധ്യാപികയ്ക്ക് ഓരോ കുട്ടിയുടെയും കാര്യങ്ങൾ നോക്കുവാൻ കഴിയില്ല എന്നതാണ്. അവിടെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടൊരു എഡ്യൂക്കേഷൻ പ്രോസസ്സിലേക്ക് വന്നു. നമ്മളെല്ലാവരും പല ചർച്ചകളിലും ഇന്നത്തെ വിദ്യാഭ്യാസ ക്രമത്തെ കുറിച്ച് വളരെ വളരെ വ്യാകുലപ്പെടാറുണ്ട്. നമ്മളിവിടെ വിദ്യാഭ്യാസ ക്രമത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറയാറുണ്ട്. ഇതിന്റെ ഒരു കാതലായ കാര്യം എന്ന് പറയുന്നത് ഈ മാസ് എഡ്യൂക്കേഷനാണ്. ഈ മാസ് എഡ്യൂക്കേഷൻ ഒരിക്കലും ഒരു അധ്യാപകനും ഒരു അധ്യാപികയ്ക്കും ഓരോ കുട്ടിയുടെയും കഴിവുകളെ തിരിച്ചറിഞ്ഞ് അയാളെ വളർത്തിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞത് വളരെ വിഷമമാണ്. ഇവിടെയാണ് നിർമ്മിത ബുദ്ധി നമ്മളെ സഹായിക്കുന്നത്. നിർമ്മിത ബുദ്ധി ഈ 2 ലോകത്തിന്റെയും അഡ്വാൻറ്റേജുകൾ ഒരുമിച്ച് കൊണ്ടുവന്നു. ഗുരുകുല ലോകത്തിന്റെ പ്രിസിഷൻ എഡ്യൂക്കേഷനും മാസ് എഡ്യൂക്കേഷന്റെ അക്സസിബിലിറ്റിയും ഒരുമിച്ച് കൊണ്ടുവന്ന് എങ്ങനെ നമുക്ക് ഓരോ വിദ്യാർത്ഥിയുടെയും ക്ലാസ്സുകളിൽ നേടുന്ന കാൽവയ്പ്പുകൾ അല്ലെങ്കിൽ ആ കുട്ടികൾ വിടുന്ന ഫുഡ് സ്റ്റെപ്പുകൾ ഒരുമിച്ച് കളക്ട് ചെയ്ത് അതൊരു യാന്ത്രികമായ ഒരു അനാലിസിസ് കൂടി ഈ കുട്ടിയുടെ ആ പഠന പ്രക്രിയയെക്കുറിച്ചുള്ളൊരു ബോധം അയാൾക്കും അവനെ പഠിപ്പിക്കുന്ന അധ്യാപകനും അധ്യാപികയ്ക്കും നൽകുന്ന രീതിയിലേക്ക് നമ്മൾ വരികയാണ്. അങ്ങനെ ഒരു മാസ് എഡ്യൂക്കേഷനിൽ നിന്ന്, ഒരു പ്രിസിഷൻ എഡ്യൂക്കേഷനിൽ നിന്ന് മാസ് എഡ്യൂക്കേഷനിലേക്ക് പോയ ലോകത്തിനെ വീണ്ടും ഒരു മാസ് കസ്റ്റമൈസ്ഡ് എഡ്യൂക്കേഷനിലേക്ക്, ഒരു പ്രിസിഷൻ എഡ്യൂക്കേഷനിലേക്ക് കൊണ്ടുവരിക എന്ന തലത്തിലേക്ക് നമ്മൾ മാറുകയാണ്. ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പോലും ഈ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് എന്നത് നമുക്ക് കാണാവുന്നതാണ്. ഇതുപോലെയുള്ള പ്രിസിഷൻ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സമയപരിമിതി കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷെ ബേസിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെയുള്ളൊരു മാസിഫിക്കേഷനിൽ നിന്ന് സ്പെസിഫിക് ഡീസെൻട്രലൈസ്ഡ് മോഡലിലേക്കാണ്.
പക്ഷെ ഈ രണ്ട് തലങ്ങളല്ലാതെ മൂന്നാമതൊരു തലം കൂടി നിർമ്മിത ബുദ്ധിക്കുണ്ട്, പ്രത്യേകിച്ച് ഒരു വ്യവസായ വിപ്ലവത്തിനുണ്ട്. ഇവിടെയാണ് ഗുരുവിന്റെ ദർശനങ്ങളും ഗുരുവിന്റെ നിർദ്ദേശങ്ങളും വളരെ വളരെ പ്രസക്തമാകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ചില സമയത്ത് ചില സാങ്കേതിക വിദ്യയിൽ കാലികമായ മൗലികമായ മാറ്റങ്ങൾ കൊണ്ടുവരും. അങ്ങനത്തെ മൗലികമായ ഒരു മാറ്റമാണ് ഡിജിറ്റൽ എക്കോണമി അല്ലെങ്കിൽ AI ബേസ്ഡ് എക്കോണമി നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. എന്താണ് AI ബേസ്ഡ് എക്കോണമി കൊണ്ടുവരുന്ന ഇന്നത്തെ ഇൻഡസ്ട്രിയൽ എക്കോണമി എന്നുള്ള മാറ്റം? നമുക്കറിയാവുന്ന പോലെ ഇൻഡസ്ട്രിയൽ എക്കോണമി എന്ന് പറയുന്നത് ലാർജ് ആണ്, എല്ലാം വലുതാണ്. നമ്മളൊരു ഫാക്ടറി തുടങ്ങുകയാണെങ്കിൽ 100 കണക്കിന് ഏക്കർ സ്ഥലം വേണം. നമ്മളൊരു ഹോസ്പിറ്റൽ തുടങ്ങുകയാണെങ്കിൽ വളരെ വലിയ സൈസ് വേണം. എന്നാൽ മാത്രമേ നമുക്ക് എക്കോണമീസ് ഓഫ് സ്കെയിൽ കിട്ടുകയുള്ളൂ എന്നതാണ്. അതിൽ നിന്ന് മാറി ഡീസെൻട്രലൈസ്ഡ് പ്രിസിഷൻ ആയിട്ടുള്ള മോഡലിലേക്ക് മാറുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു കാലികമായ ചേഞ്ച് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ വരെ നമ്മുടെ ലോകത്തിനെ അല്ലെങ്കിൽ ലോകത്തിന്റെ സാമ്പത്തിക ശാസ്ത്രത്തെ നയിച്ചുകൊണ്ടിരുന്ന ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്ന 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് മാറി. അതിൽ ലാൻഡിന് പ്രസക്തി ഇല്ലാതാവുന്നു, ക്യാപിറ്റലിന് ഒരു ലിമിറ്റിന് മാത്രം പ്രസക്തി ഉണ്ടാവുകയും ടാലന്റിനും ഇന്നോവേഷനും പ്രസക്തി ഉണ്ടാവുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ മാറുന്നത്. കേരളം പോലെ ഒരു സ്ഥലത്ത്, പ്രത്യേകിച്ച് ലാൻഡ് അവൈലബിൾ ആകാത്ത സ്ഥലത്ത് ഇത് വലിയൊരു വികസന അവസരമാണ് നമ്മുടെ മുമ്പിൽ തുറന്നിടുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഓയിൽ എക്കോണമിയിൽ നിന്ന് നമ്മളൊരു ഡേറ്റ എക്കോണമിയിലേക്ക് പോകുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മറ്റൊരു തലത്തിൽ നിന്ന്, അതായത് ഇൻഡസ്ട്രിയൽ തലത്തിൽ നിന്ന് ഡിജിറ്റൽ തലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ മൗലികമായ മാറ്റങ്ങളാണ് മാറുന്നത്. ഈ മൗലികമായ മാറ്റങ്ങൾ മാറുമ്പോൾ പുതിയ സാങ്കേതിക ശാസ്ത്രം പറയുന്നത് നമ്മളൊരു എക്കോണമി ക്രിയേറ്റേഴ്സിൽ നിന്ന് ക്രിയേറ്റർ എക്കോണമിയിലേക്ക് മാറുന്നു എന്നാണ്. എന്താണ് എക്കോണമി ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത്? നമുക്കറിയാവുന്ന പോലെ ഇന്ന് ഒരു വ്യക്തിക്ക് അയാളുടെ കഴിവ് കൊണ്ട് ഒരു മൂല്യവർദ്ധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സിംഹഭാഗവും എടുക്കുന്നത് അതിൽ മുതൽ മുടക്കുന്ന വ്യക്തിയാണ്, അതിൻ്റെ സാമ്പത്തിക സ്രോതസ് കൊണ്ടുവരുന്ന വ്യക്തിയാണ്. അപ്പോൾ ആരാണോ ഒരു വാല്യൂ അഡീഷൻ പ്രോസസ് നടത്തുന്നത് അവർക്കല്ല അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ അത് വ്യക്തമാക്കാം. നിങ്ങൾ ഒരു നല്ല ഗായകനാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഗാനം ലോകത്ത് മുഴുവൻ അറിയിക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ആൽബം ഇറക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു മ്യൂസിക് കമ്പനിയിൽ പോകണം. ആ മ്യൂസിക് കമ്പനി നിങ്ങളുടെ ആൽബം ഇറക്കുന്നു. പക്ഷെ ആ ആൽബം ഇറക്കുമ്പോൾ ആ ആൽബത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ 90% ആ മ്യൂസിക് കമ്പനി ആയിരിക്കും എടുക്കുക. ആ ഗാനം സൃഷ്ടിച്ച ആ ഗാനത്തിന് വേണ്ടിയുള്ള എല്ലാവിധ സർഗാത്മകതയും നൽകിയ നിങ്ങൾക്ക് കിട്ടുന്നത് 10% മാത്രമായിരിക്കും. ഇതാണ് എക്കോണമി ക്രിയേറ്റേഴ്സിന്റെ വേൾഡ്. ഇതിൽ നിന്ന് ക്രിയേറ്റർ എക്കോണമി എന്ന് പറയുന്ന ലോകത്തേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ കുട്ടികളോട് ചോദിക്കുക, അവർക്ക് നല്ല ഗായകരാണെങ്കിൽ അവർ എന്ത് ചെയ്യുമെന്ന്. അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർ ഡയറക്റ്റ് ആയിട്ടൊരു യൂട്യൂബ് ചാനലിൽ പോയി ഡയറക്റ്റ് ആയിട്ടൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ടൊരു എൻ്റെ കസ്റ്റമറുടെ അടുത്തേക്ക് എത്തുക ചെയ്യുന്നത്. ഈ ഒരു മാറ്റം ഒരു വലിയൊരു മാറ്റമാണ്. ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീഷൻ വേൾഡിൽ നിന്ന് ഒരു കൊളാബറേഷൻ വേൾഡിലേക്കുള്ള മാറ്റമാണ്. ഈ മാറ്റമാണ് ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആ ചലനങ്ങൾ നമ്മൾ ഇന്നേ തന്നെ മനസ്സിലാക്കി അതിലേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും AI വേൾഡിൽ നമുക്ക് ലീഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ AI അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി ലോകത്തിന്റെ പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ പറഞ്ഞതുപോലെ AI വേൾഡ് ഇന്നത്തെ പല ജോലികളെയും മാറ്റിമറിക്കും. പല പഠനങ്ങളും പറയുന്നത് ഇന്നുള്ള ഏകദേശം 6.6 കോടി ജോലി, 66 മില്യൺ ജോബ്സ്, 6.6 കോടി ജോലികൾ അസ്തമിക്കും. മറിച്ച് പുതിയ ഏകദേശം 9 കോടിയോളം പുതിയ ജോലികൾ, ഇന്നുവരെ ഇല്ലായിരുന്ന ജോലികൾ. ഒരുപക്ഷെ ഒരു കൊല്ലം മുമ്പ് പ്രോംപ്റ്റ് എഞ്ചിനീയർ എന്നൊരു ജോലി ഉണ്ടായിരുന്നില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ജോലിയാണ് പ്രോംപ്റ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞു. എന്താണ് ഈ പ്രോംപ്റ്റ് എഞ്ചിനീയർ? ഒരു വാഹനം എങ്ങനെയാണോ നമ്മൾ ഓടിക്കാൻ ചെയ്യുന്നത് അതിനെ നമ്മൾ ഡ്രൈവർ എന്ന് പറയുന്ന പോലെ ഒരു AI ഓടിക്കാൻ കഴിയുന്ന ഒരാളിനെയാണ് പ്രോംപ്റ്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. AIയോട് കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുക, ആ ചോദ്യങ്ങൾ അനുസരിച്ച് അതിൽ നിന്ന് ഉത്തരങ്ങൾ കൊണ്ടുവരിക. അപ്പൊ ഇങ്ങനെയുള്ള പുതിയ പുതിയ ഒരുപാട് ജോലികൾ നമ്മുടെ മുമ്പിലേക്ക് വരും. അത് നമുക്ക് ഒരു ഇൻഡസ്ട്രിയൽ വേൾഡുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നതുമാണ്. അപ്പൊ ഇങ്ങനെയുള്ള വളരെ പോസിറ്റീവായിട്ട് കുറേയേറെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോഴും ഇതിലുള്ള ചതിക്കുഴികളും അതിലുണ്ടാവുന്ന പ്രശ്നങ്ങളും മനസ്സിലാവാതെ പോകുന്നത് ശരിയല്ല. കാരണം പലപ്പോഴും നമുക്ക് അറിയാവുന്നതുപോലെ സാങ്കേതിക വിദ്യ വളരെ വേഗത്തിൽ പോകുമ്പോൾ ബഹുമാനപ്പെട്ട MP അത് വളരെ കൃത്യമായി പറഞ്ഞു. അത് ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കാം, അത് നമുക്ക് ഡിസ്ട്രക്ഷന് വേണ്ടിയും ഉപയോഗിക്കാം. ഒരു വളരെ സിമ്പിൾ ആയിട്ട് കത്തി തന്നെ എടുക്കുക. ഒരു കത്തി ഒരു സർജന്റെ കയ്യിൽ ഇരിക്കുകയാണെങ്കിൽ ആ സർജൻ
ഒരാളുടെ ജീവൻ രക്ഷിക്കും. അതേസമയം അതൊരു കൊലയാളിയുടെ കയ്യിൽ ഇരിക്കുകയാണെങ്കിൽ അയാൾ ഒരുപാട് പേരുടെ ജീവൻ നശിപ്പിക്കും. ഒരേ സാങ്കേതിക വിദ്യ തന്നെ രണ്ടുപേരുടെ കയ്യിൽ രണ്ട് രീതിയിലാണ് ഉണ്ടാവുക. ഇത് തന്നെയാണ് എഐയിലും വരുന്ന കാര്യം. എഐക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. തീർച്ചയായിട്ടും ഇതിന് ഏറ്റവും എളുപ്പമായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വേൾഡിനെ കുറിച്ചാണ്. നമുക്കറിയാവുന്ന പോലെ ഇൻഡസ്ട്രിയൽ വേൾഡ് നമുക്ക് ഒരുപാട് സുഖങ്ങൾ കൊണ്ടുവന്നു, നമുക്ക് ഇന്ന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും കൊണ്ടുവന്നു. പക്ഷെ അതോടൊപ്പം തന്നെ ലോകത്തിനെ വസിക്കാൻ വഴിയാത്തൊരു പ്രദേശമായി മാറ്റി. ഗ്ലോബൽ വാർമിംഗ് ഉണ്ടായി, സാമ്പത്തികമായ അസന്തുലിതാവസ്ഥ പലയിടത്തും ഉണ്ടായി, സാമൂഹികമായ അസന്തുലിതാവസ്ഥ ഉണ്ടാക്കി. ഇതെല്ലാം ഇൻഡസ്ട്രിയൽ വേൾഡിന്റെ പ്രശ്നങ്ങളാണ്. ഇതേ പ്രശ്നങ്ങൾ ഡിജിറ്റൽ വേൾഡിലും എഐ വേൾഡിലും ഉണ്ട് എന്നതാണ് വാസ്തവം. അതിൽ ആദ്യമായിട്ടുള്ളത് പൊല്യൂഷൻ തന്നെയാണ്. പലപ്പോഴും പലർക്കും അറിയാത്തൊരു കാര്യമാണ്, ഒരു എഐ എഞ്ചിനോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് ഉത്തരം തരുമ്പോൾ അത് എത്രമാത്രം പവറും എത്രമാത്രം വെള്ളവുമാണ് കൺസ്യൂം ചെയ്യുന്നത് എന്നത്. ChatGPT എന്ന് പറയുന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ടൂള് പോലും വളരെയധികം പവർ ആൻഡ് വാട്ടർ ക്രീസി ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ഒരുപക്ഷെ കാലികമായ മാറ്റങ്ങൾ കൂടി ഇത് കൂടുതൽ മാറി വരുന്നു എന്നതിനൊരു സംശയം ഉണ്ടാവില്ല. പക്ഷെ അതിനേക്കാളേറെ ഇത് ഉണ്ടാക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഡേറ്റ പൊല്യൂഷൻ എന്ന് പറയുന്നതാണ്. നമുക്കറിയാവുന്ന പോലെ ഡീപ് ഫേക്ക് എന്നൊക്കെ നമ്മൾ ഇന്ന് കേൾക്കുന്ന കാര്യങ്ങൾ, കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളും മനുഷ്യനിർമ്മിതമായ കാര്യങ്ങളും തമ്മിൽ ഏതാണെന്ന് വ്യത്യസ്തമാവാത്ത കാര്യങ്ങൾ. ഒരു മനുഷ്യനെ അയാളുടെ ഒരു ഇമേജറി ഉണ്ടാക്കി അതുകൊണ്ട് പറയുകയും അതുകൊണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഡേറ്റ പൊല്യൂഷൻ ഉണ്ടാവും. ഇതിനേക്കാളേറെ അപകടകരമാണ് ഡിജിറ്റൽ ഫിൽട്ടർ ബബിൾ അല്ലെങ്കിൽ എക്കോ ചേംബർ എന്ന് പറയുന്നത്. എന്താണ് ഈ എക്കോ ചേംബർ എന്ന് പറയുന്നത്? എക്കോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സ്ഥലത്ത് പോയി നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അത് തന്നെ കേൾക്കുന്നു. നിർമ്മിത ബുദ്ധിയുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് നമ്മൾ എന്താണോ അതിനെ പഠിപ്പിക്കുന്നത് അതാണ് അത് തിരിച്ച് നമുക്ക് തരുന്നത്. അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മുടെ വീക്ഷണങ്ങൾ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും അത് കേൾപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളൊരു വീക്ഷണകോണിൽ കൂടി നമ്മൾ ഒരുപാട് അവാസ്തവമായ കാര്യങ്ങൾ വാസ്തവമാണെന്ന് വിശ്വസിക്കും. മാനവികതയിൽ ഊന്നിയുള്ള കൃത്യമായിട്ടുള്ളൊരു ധർമ്മ പരിപാലനത്തിന്റെ ഒരു ഡയറക്ഷൻ നമുക്കില്ല എന്നുണ്ടെങ്കിൽ എന്താണോ യന്ത്രം പറയുന്നത് അതെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ മാറിയെന്ന് വരും. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഡേഞ്ചർ. ആ ഡേഞ്ചർ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ആ ഡേഞ്ചർ മനസ്സിലാക്കി അതിന് കറക്റ്റോടുകൂടി ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഏത് സാങ്കേതിക വിദ്യയും എത്ര ക്രിയാത്മകമായി ഉപയോഗിക്കുന്നോ അത് മനുഷ്യന്റെ നന്മയ്ക്ക് കൊണ്ടുവരും. എത്ര നശീകരണ രീതിയിലേക്ക് കൊണ്ടുവരുന്നോ അത് മനുഷ്യനാശിയെ ഒന്നടങ്കം നശിപ്പിക്കുകയും ചെയ്യും. ഗുരുവിന്റെ ദർശനങ്ങളുടെ ഏറ്റവും വലിയ പ്രസക്തി ഇവിടെയാണ്. ഗുരുവിന്റെ ദർശനങ്ങൾ എങ്ങനെയാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യയെ ആത്മീയതയുമായിട്ട് ചേർത്ത് സ്പിരിച്വാലിറ്റിയുമായിട്ട് ചേർത്ത് കൃത്യമായ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് തന്നിട്ടുണ്ട്. അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ എഐ ലോകം ഇന്ത്യയുടെ ലോകമാവുകയും ഇന്ത്യക്ക് ഈ നിർമ്മിത ബുദ്ധി അതിന്റെ പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യാനും അതിന്റെ ജനതയെ അടുത്ത നിലയിലേക്ക് കൊണ്ടുവരാനും ഉപയോഗിക്കാനും കഴിയുമെന്നതിൽ ഒരു സംശയവുമില്ല. അതിനു വേണ്ടിയിട്ട് ഗുരുവിന്റെ ദർശനവും ഗുരുവിന്റെ അനുഗ്രഹവും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല 2024 ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഏറ്റവും സാധാരണമായ